കോൺഗ്രസിൻ്റെ ഒരു മണ്ണാണ് ഇത്. പെരുങ്ങോട്ടൂർച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മണ്ണാണ്. സാധാരണപ്പെട്ട തൊഴിലാളികളും പാവപ്പെട്ട തൊഴിലാളികൾ, ഒരുപാട് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെയൊക്കെ മനസ്സിൽ കോൺഗ്രസ് ആണുള്ളത്. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ കോൺഗ്രസ് മാത്രം ഭരിച്ചൊരു പാരമ്പര്യമാണ് ഉള്ളത്. മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന AV ഗോപിനാഥ് ഇത്തവണ സ്വതന്ത്രമായി മത്സരിക്കുകയാണ്. LDFിൻ്റെ പിന്തുണ കൂടി അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ സുരേഷ് കുമാറാണ്. ഇപ്പോൾ ഈ കോൺഗ്രസ് മാത്രം ഭരിച്ച് പാരമ്പര്യമുള്ളൊരു പഞ്ചായത്താണ്. നിങ്ങളുടെ മുൻ DCC പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും MLA ഒക്കെ ആയ വ്യക്തിയാണ് നിങ്ങൾക്ക് എതിരെ മത്സരിക്കുന്നത്. വലിയ തോതിൽ ക്ഷീണം ചെയ്യില്ലേ? ക്ഷീണം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ഷീണം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ CPMനുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ടാണ് അവർ പോകുന്നത്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്ഷീണം തട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ആ ഒരു വ്യക്തിയല്ല. നമ്മളെല്ലാം പാർട്ടിയാണ്. കോൺഗ്രസിൻ്റെ ഒരു മണ്ണാണ് ഇത്. പെരുങ്ങോട്ടൂർച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മണ്ണാണ്. സാധാരണപ്പെട്ട തൊഴിലാളികളും പാവപ്പെട്ട തൊഴിലാളികൾ, ഒരുപാട് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെയൊക്കെ മനസ്സിൽ കോൺഗ്രസ് ആണുള്ളത്. ആ കോൺഗ്രസിൻ്റെ പണിന് പെട്ടെന്ന് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങേർക്ക് പിന്നെ കുറേ സ്വാധീനങ്ങൾ ചെലുത്തിയും അവരൊക്കെ ഈ ഫണ്ട് കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ നോക്കി ആലോചിച്ചുകൊണ്ടും പല കാര്യങ്ങൾ CPMനായിട്ട് ഇപ്പം തുടങ്ങിയ ഒരു പരിപാടിയൊന്നുമല്ല. വർഷങ്ങളായിട്ട് ഇത് ഉണ്ട്, ഒരു ധാരണയുണ്ട്. അതിപ്പോൾ നമുക്ക് ഇവിടെ ഈ പഞ്ചായത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. ഒരു MLA MP എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പഞ്ചായത്തിനെ നമ്മൾ നേടിയെടുക്കുക, അതൊരു ധാരണയിലൂടെയാണ് ഇത്ര കാലം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഞങ്ങളൊക്കെ കൂടെ ഈ മണ്ഡലം കമ്മിറ്റികൾ കൂടുമ്പോഴും മറ്റു കാര്യങ്ങളിലൊക്കെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിലൊക്കെ ഇത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഫണ്ട് ഇവിടെ വിനിയോഗിക്കാൻ, ഈ പെരുങ്ങോട്ടൂർച്ചി പഞ്ചായത്തിൽ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുന്നത് അവരാണ് നമുക്ക് ഫണ്ട് തരുന്നത്, കൂടുതലും നമ്മളെ സഹായിക്കുന്ന, പഞ്ചായത്തിനെ സഹായിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇതൊന്നും അല്ല അതിൻ്റെ സത്യം. ഇതിൻ്റെ സത്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ആൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. അതിപ്പോൾ എന്തായാലും CPMൻ്റെ മണ്ണല്ല, ഇത് കോൺഗ്രസിൻ്റെ മണ്ണാണ്. ഇത് ഇവിടുത്തെ ജനങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ പ്രധാന പ്രചരണം CPMന് ഒപ്പം ചേർന്ന് AV ഗോപിനാഥ് മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കും? അങ്ങനെ ഇപ്പം നമ്മൾ CPMനോട് തന്നെയാണ്. കാരണം പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ വർഷങ്ങൾക്ക് 2 വർഷം മുമ്പ് ഇപ്പം നമ്മൾ രമ്യ ഹരിദാസ് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞത്, ഞാൻ നിന്നെ ജയിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ധാരണ കൊടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ ജയിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ തന്നെയല്ലേ ഇവിടെ കൊണ്ടുവന്ന് MP ആക്കിയതെന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കൊക്കെ കൊടുത്ത് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നതാണ്. ആ ഒരു കൺവെൻഷനിലൂടെയാണ് പുള്ളി ഇവിടെ വരുന്ന MP MLA ഒക്കെ ആയി കൈകോർത്ത് ഇവിടെ അവരെ ജയിപ്പിക്കണം. ഇത്തവണ ഞാൻ CPMനാണെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞത് ഇത്തവണ ഞാൻ CPMനാണെങ്കിൽ അടുത്ത തവണ ഞാൻ പഞ്ചായത്തിൽ വരുന്നത് കോൺഗ്രസിൻ്റെ ഇതിൽ തന്നെ നിന്നിട്ടാണെന്നാണ്. ഇപ്പോൾ പലവിടെയും വാർഡ് കമ്മിറ്റികളും പല സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി കോൺഗ്രസിൻ്റെ ഏരിയയിൽ പോയിട്ട് പറയും, ഞങ്ങൾ കോൺഗ്രസ്സാണ്, ഞാൻ മാറിയിട്ടില്ല, ഞാൻ കോൺഗ്രസ് പാർട്ടിക്കാരനാണ്, ഞാൻ ജനിച്ചത് കോൺഗ്രസ്സിലാണ്, ഞാൻ മരിക്കുന്നതും കോൺഗ്രസ്സിലാണെന്ന് അവിടെ പോയി പറയും. പക്ഷേ CPMൻ്റെ ഏരിയയിൽ പോയിട്ട് അവിടെ ഒരു കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ CPMകാരാണ്, ഞാനിപ്പോൾ CPMലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പല നുണകൾ പറഞ്ഞ് നുണപ്രചരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ADSമാരെ എല്ലാം പറഞ്ഞ് അവരെല്ലാം എന്താ പറയുക, കൂടെ നിർത്താൻ വേണ്ടി ADS തൊഴിലുറപ്പുകാർക്ക് തൊഴിൽ കൊടുക്കില്ല എന്ന് പറയുക. അങ്ങനെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവിടെ കമ്മിറ്റികളും മറ്റു പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ അങ്ങനെയല്ല, നമ്മൾ ആരും ഭീഷണിപ്പെടുത്താനോ പറയാനോ നമ്മളൊന്നിനും പോകുന്നത്. നമ്മൾ വിളിക്കുന്ന കമ്മിറ്റികൾക്ക് നമുക്ക് ജനസ്വാധീനം ഇവിടെയുണ്ട്. അപ്പം നമ്മളതിൽ ആ ഒരു രീതിയിൽ പോകും. കോൺഗ്രസിന്റെ മണ്ണാണ്, കൈപ്പത്തിയിൽ നിന്നാണ് തുടർച്ചയായ ആളുകൾ വിജയിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മണ്ണ് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് പിന്നെ കോൺഗ്രസ് ഭരണസമിതി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോ? ഞങ്ങളുടെ പ്രതീക്ഷ അത് തന്നെയാണ്. ഞങ്ങൾക്ക് എന്തായാലും കോൺഗ്രസ് ഈ മണ്ണിൽ തന്നെ വരും, അതെന്തായാലും ഉറപ്പാണ്. കാരണം ആ ഒരു ആളുകളെ വഞ്ചിക്കുന്ന പരിപാടി എന്തായാലും ജനങ്ങളെ ഏറ്റെടുക്കില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് ഈ മിക്ക സ്ഥലത്തും കോൺഗ്രസും മുസ്ലിം ലീഗും UDF മുന്നണിയായി തന്നെ പോകുന്നു. ഇവിടെ പക്ഷേ AV ഗോപിനാഥിനൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ലീഗിൻ്റെ ഭൂരിഭാഗം ആളുകളുടെയും തീരുമാനം. അതൊരു ഭാഗം ആളുകൾ അതിൽ തന്നെ അവർ തന്നെ 2 വിഭാഗമാണ്. ആ 2 വിഭാഗത്തിലെ ഒരാളുകൾ ഒരു ടീം CPMുമായിട്ട് നേരത്തെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ ഒരു വിഭാഗമാണ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അവരിപ്പോഴും നമ്മളോടൊപ്പം തന്നെയുണ്ട്. പക്ഷെ അവർക്കൊരു സ്ഥാനാർത്ഥികളെ ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങൾ, അതായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക, ഒരു CPMൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തി ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു നിലപാടിൽ അവിടെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ധാരണ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളവരെ ചേർത്ത് നിർത്തി നമ്മളവിടെ ഒരു സ്ഥാനാർത്ഥിയെ കാണും, അതെന്തായാലും മത്സരിപ്പിക്കും. ഒരു വാർഡേ ഉള്ളൂ ഇവിടെ. അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കോൺഗ്രസിനൊപ്പം ഉണ്ടാകും, UDF-ന്റെ ഒപ്പം ഉണ്ടാകും, കുറച്ച് ആളുകൾ LDF-നൊപ്പം. അതെ, അതാണ് അതിൻ്റെ ഉണ്ടാവണം. ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ നമ്മളോട് അവരുടെ ജില്ലാ കമ്മിറ്റി എല്ലാം വിളിച്ചു പറഞ്ഞത് ഒരിക്കലും ഇല്ല, അവരങ്ങനെ നിൽക്കില്ല എന്നാണ്. പക്ഷേ ഇവിടുത്തെ പ്രവർത്തനം അവർക്കിപ്പോൾ ഇവിടെ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പ്രവർത്തനം അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ചേരികളായിട്ടാണ്, അവരിൽ തന്നെ വിഭാഗീയതയുണ്ട്. എന്തായാലും പെരിങ്ങോട്ടുകുറിശി നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ AV ഗോപിനാഥിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായ പെരിങ്ങോട്ടുകുറിശി അദ്ദേഹത്തോടൊപ്പം നിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം പെരിങ്ങോട്ടുകുറിശിയിൽ ഇത്തവണ ഉണ്ടാകും എന്നതിൽ സംശയമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മായിൽ, മീഡിയ 1 പാലക്കാട്.